ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് യഥാർത്ഥമായ ആന്തരിക സന്തോഷവും ആനന്ദവും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുമ്പോഴാണ്, അഥവാ അവൻ രക്ഷിക്കപ്പെടുമ്പോഴാണ്. എന്താണ് രക്ഷിക്കപ്പെടുക? നിത്യമായ ശിക്ഷയിൽ നിന്നും, ആ ശിക്ഷ കിട്ടേണ്ട അവസ്ഥയിൽ നിന്നും സൗജന്യമായി ആ ശിക്ഷ ദൈവം നമുക്ക് ഇളച്ചു തന്ന് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. അഥവാ നിത്യ നരകത്തിന്റെ അവകാശത്തിൽ നിന്നും നിത്യജീവന്റെ, നിത്യസ്വർഗത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ കർത്താവ് കരം പിടിച്ചുയർത്തും. എന്തൊരു വലിയ ഭാഗ്യമാണ്! രക്ഷ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നു, അത് പറഞ്ഞു അങ്ങ് വിടുന്നു. എന്നാൽ അതിൻ്റെ ആഴം, ദൈവസന്നിധിയിൽ അതിൻ്റെ വില, അത് അത്യന്തം ശ്രേഷ്ഠമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന പള്ളിപ്രമാണിയും പരീശപ്രമാണിയുമായ നീക്കോദീമോസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ലെന്ന്. പുതിയ ജനനം, അത് തന്നെയാണ് ഈ രക്ഷ. പുതിയ ജനനം, അത് തന്നെയാണ് മാനസാന്തരം. പുതിയ ജനനം, അത് തന്നെയാണ് വീണ്ടും ജനനം. കർത്താവിന് സ്തോത്രം. വാക്കുകൾ ഡിഫറൻ്റ് ആണെങ്കിലും ആശയം ഒന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെയും എന്നാൽ എളിമയോടെയും അതോടൊപ്പം ഗൗരവത്തോടെയും നിങ്ങളോടൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? നിങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ചുവോ? നിത്യസ്വർഗത്തിന്റെ അവകാശം നിങ്ങൾക്ക് ലഭിച്ചുവോ? നിന്റെ ജീവിതത്തിൽ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിലും ഈ ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായും ഉത്തരം കണ്ടെത്തണം. അങ്ങനെ രക്ഷയിലേക്ക് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തന്നാൽ ഉടൻ തന്നെ യേശുവിന്റെ പാദത്തിൽ മുട്ടുമടക്കി, കർത്താവേ, ഞാൻ രക്ഷകനായ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ യേശുവിനെ രക്ഷിതാവായി എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റുപറയുക, വിശ്വസിക്കുക, അങ്ങനെ രക്ഷ സ്വന്തമാക്കുക.